നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വിറകുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒന്നും നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ലേ, അതുകൊണ്ട് അടുപ്പിൽ വെച്ച് കത്തിക്കുമ്പോൾ തീ അങ്ങോട്ട് നന്നായിട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കാപ്പി വിറക് നന്നായിട്ട് കത്തുവേ, നല്ല രീതിയിൽ കത്തി പിടിച്ചോളും. അപ്പം ഞാൻ അത് കുറച്ച് കളക്ട് ചെയ്തിട്ട് തീ പിടിപ്പിക്കുവാണേ. കൂടുതൽ നമ്മൾ ഈ പുറത്ത് തന്നെയാണ്. ഇപ്പോൾ വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ടെങ്കിലും ചോറും കറിയും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ വെക്കാറ്. അധികവും ഗ്യാസ് ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ ദിവസം അച്ഛൻ കൊണ്ടുവന്ന സവോളയാണ്. സത്യം പറഞ്ഞാൽ ഇത് ചെറിയ ഉള്ളീൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 1.5 കിലോ 100, 50 എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മേടിക്കുമല്ലോ. അപ്പോൾ വലിപ്പം കുറവ് ശ്രദ്ധിച്ചില്ല അച്ഛൻ. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ മേടിച്ചതാണ്. പക്ഷേ ഒരു സുഖമില്ല. സവാളയാകുമ്പോൾ ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ടെങ്കിലല്ലേ എളുപ്പത്തിൽ കാര്യം നടക്കുകയുള്ളൂ. നമുക്ക് ചിക്കനാണെങ്കിലും ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനതെല്ലാം ഒന്ന് ചേറ്റിപ്പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ നനവുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കൊള്ളിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനിടയ്ക്ക് അതെല്ലാം ഒന്ന് തൂത്തുവാരി കളഞ്ഞു. അതിനിടയ്ക്ക് ഇതാ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുസൃതിയായിട്ട് ഇവൻ വരുന്നുണ്ടേ. പിന്നെ അലക്കാൻ പോയി. അലക്കെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചിനെ അവിടെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് ഞാൻ അവനുള്ള മീൻ വറുക്കുവാണേ. മീനൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ ചോറായോ ചോറായോ എന്ന് ചോദിച്ച് വരൂ കേട്ടോ. നമ്മൾ കൂടുതൽ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കൊടുത്തു കേട്ടോ. വഴുതനങ്ങ തോരനും മോരുകറിയും മീനും.